ഭയം, കുത്തിവെക്കപ്പെട്ട അപഹർഷതാബോധം, കോംപ്രമൈസ്. ഈ മൂന്ന് സംഗതികളാണ് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ. ഭയം, കുത്തിവെക്കപ്പെട്ട അപഹർഷതാബോധം, കോംപ്രമൈസ്. കോൺഗ്രസ് നേതാവായിട്ടുള്ള രാജു പി നായർ കേരളത്തിലെ ഒരു നാണവും ഇല്ലാതെ മാപ്പി ചോദിച്ചിരിക്കുകയാണ്. എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നെടുന്തൂണായിട്ട് നിന്ന് പ്രവർത്തിച്ച വികാരമായ വന്ദേ മാതരം മുഴുവനായിട്ട് AICC ആസ്ഥാനത്ത് പാടിയതിൽ സംഘടനാ പിഴവ് സംഭവിച്ചു. ഞാൻ മാപ്പ് ചോദിക്കുന്നു, ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ മാപ്പ് ചോദിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ പല രീതിയിലുള്ള കോംപ്രമൈസുകൾ ഈ രാജ്യത്തെ വലിയ അപകടത്തിലാക്കിയിട്ടുണ്ട് എന്ന് താങ്കൾ പോലും കഴിഞ്ഞ ദിവസം അടക്കം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ ഭയം എന്നുള്ളതാണ്. ആരെയാണ് ഈ പേടിക്കുന്നത്? പേടി രണ്ട് തരത്തിലുണ്ടാവും പേടി. ഒന്ന്, കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണോ, കൂടുതൽ ആൾക്കാരെ കുരുതി കൊടുക്കണോ, മനുഷ്യജീവൻ കുരുതി കൊടുക്കണോ. മനുഷ്യജീവൻ കുരുതി കൊടുത്തിട്ട് നമ്മൾ എന്തെല്ലാം സ്ഥാപിക്കാൻ ശ്രമിച്ചാലും അത് ശാശ്വതമല്ല, ഏത് സമയത്തും നിന്ന് പോകും. ലോകത്തെല്ലായിടത്തും കണ്ടിരിക്കുന്ന എല്ലാ രാജ്യങ്ങളും കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയവും അതും എല്ലാം പറഞ്ഞു. ഒരു പാർട്ടി തന്നെ എല്ലായിടത്തും ഭരിച്ചിട്ടില്ല. ഒരു രാജാവ് തന്നെ ഒരു 100 വർഷം അല്ല 500 വർഷത്തിലൂടെ ഒരു രാജഭരണം പോയിട്ടില്ല. വേറെ ആൾക്കാർ കയറി വരും. അപ്പം എല്ലായിടത്തും ഉണ്ടാകുന്ന സ്ഥിതി ഇതാണ്. വന്ദേമാതരത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു തർക്കമല്ല. വന്ദേമാതരത്തെ ഒരാൾ പാടുന്നെങ്കിൽ അതെവിടെ വെച്ച് പാടിയാലും, അത് കക്കൂസി വെച്ച് പാടിയാൽ പോലും ആ വന്ദേമാതരം പാടുന്നതിനെ നമ്മൾ തടസ്സപ്പെടുത്താൻ പോകണ്ട. അത് അയാളുടെ സ്വാതന്ത്ര്യം. പിന്നെ ഇന്നലെ വരെ ജനഗണമന പാടിക്കൊണ്ടിരുന്നു. എത്ര പേർക്ക് ജനഗണമന ചൊല്ലാതെ? ഇവിടെ നമ്മുടെ ഒരു വനിതാ നേതാവ് ഉണ്ടായിരുന്നു, ജനഗണമന അറിയത്തില്ല. എത്ര പേരുണ്ട്? MLA മാർക്ക് അറിയാവുന്നവരുണ്ടോ? വന്ദേമാതരം അറിയാവുന്ന എത്ര BJP MLA? അറിയത്തില്ലാത്ത എത്ര BJP MLA മാരെ കാണും? അപ്പോൾ അവർക്ക് അറിയാതിരിക്കുമോ, അവർ പാടുമോ എന്നുള്ളത് നമ്മുടെ കൺസേൺ അല്ലെന്ന് ഞാൻ പറഞ്ഞു. പാടാൻ ഇഷ്ടമുള്ളവർ പാടിക്കോട്ടെ, അതിനെ തടയാൻ പോകേണ്ട ആവശ്യമില്ല. സോണിയാഗാന്ധിയും കാണിച്ച മണ്ടത്തരം, അവരവിടെ പാടാൻ തുടങ്ങിപ്പോയി. അവർക്കവിടെ പാടണ്ട എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പറയാം, ഇത്രേ പാടാവുള്ളൂ. അല്ല, സോണിയാഗാന്ധി എന്തിനാ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത്? അല്ല, അസ്വസ്ഥത പ്രകടിപ്പിക്കുകയല്ല. അവരുടെ പാർട്ടിയുടെ ഡിക്ലെയർഡ് നയത്തിനെതിരായി നാളെ കോൺഗ്രസിൻ്റെ കാലുവാരി എന്ന് പറഞ്ഞ നയത്തിൽ നിന്നും കാലുവാരി എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താനുള്ള അവസരം ഉണ്ടാകുന്നത് പേടി അവർക്കുണ്ടായി. അല്ല, ഒമർ അബ്ദുള്ള പല കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പാടിയില്ലേ? അല്ല, അത് ഓരോരുത്തരും ഇത് നിയമപരമായി ചിട്ടപ്പെടുത്തിയ കാര്യമല്ല, സൗകര്യം പോലെ ചെയ്യാനുള്ള കാര്യമാണ്. അതിന് നമ്മൾ തന്നെ വേറൊരാളെ പാടി ചാൻസ് ചെയ്യണം, പാടണം. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവിടെ വിജയ് പാടി, തമിഴ്നാട്ടിൽ വിജയ് പാടി, അതുകൊണ്ട് സതീശൻ പാടണം. ഒമർ അബ്ദുള്ള പാടി. ഒമർ അബ്ദുള്ള നമ്മുടെ രാജ്യത്തിന്റെ മാനദണ്ഡമാണോ? സുപ്രീം കോടതിയാണോ? ഭരണഘടനയാണോ? അത് ഓരോ വ്യക്തിപരമായി പറയുന്ന കാര്യം അല്ല, നിയമം പാസ്സാക്കട്ടെ. ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് ആരെയാണ് ഭയം എന്നുള്ളതാണ്. ഭയമോ? സാമൂഹിക സംഘർഷങ്ങളെ ഭയം. ആരാണ് സാമൂഹിക സംഘർഷം ഉണ്ടാക്കുക? ആർക്കും. വന്ദേ മാതരം മുഴുവനായിട്ട് പാടിയാൽ അല്ല, വന്ദേ മാതരത്തിലെ വരികൾ നമ്മൾ സൂക്ഷ്മ ദൃഷ്ടി വെച്ചിട്ട് പരിശോധിച്ച് നോക്കിയാൽ പോലും അതില് കലാപമുണ്ടാക്കുന്ന ഒരു തേങ്ങാക്കൊലി അതിൻ്റെ അകത്തില്ല. കലാപം ഉണ്ടാക്കുന്നില്ല, അന്യമത വിദ്വേഷമില്ല, ഒരു പിണ്ണാക്കും ഇല്ല. അങ്ങനത്തെ വളരെ വിശാല രീതിയിലുള്ള സങ്കല്പങ്ങളാണ് അതിൻ്റെ അകത്ത് മുഴുവൻ അടങ്ങിയിരിക്കുന്നത്. പിന്നെ ആരെയാണ് ഭയപ്പെടുന്നത്? താങ്കൾ പറഞ്ഞത് ശരിയാണ്, അതിൽ കലാപം ഉണ്ടാകും, കുരുതിക്ക് കൊടുക്കേണ്ടതൊക്കെയാണ് താങ്കൾ പറഞ്ഞത്. എന്താണ്, ആരെയാണ് ഭയപ്പെടുന്നത്? എൻ്റെ ചോദ്യം, പ്രധാന പോയിന്റ് അതാണ്. ആരെയാണ് ഭയപ്പെടുന്നത്? പാടണം എന്ന് നിർബന്ധം പിടിക്കുന്നവരെയും പാടണ്ട എന്ന് പറയുന്നവരെ രണ്ടുപേരെ ഞാൻ ഭയക്കുന്നു. രണ്ടുപേരും ഒരേ ചിന്താഗതിക്കാരാണ്. അവർക്ക് യോജിപ്പല്ല ആവശ്യം. ഇന്നലെ വരെ പാടാത്ത, അല്ലെ കഴിഞ്ഞ വർഷങ്ങൾ പാടാതിരുന്ന ഒരു സാധനം, അല്ലെ അതിന് മുമ്പ് പാടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ 2 വർഷം അല്ലെ 3 വർഷം കൊണ്ട് വന്ദേമാതരം വളരെ പെട്ടെന്ന് പ്രൊവണൻസിലേക്ക് വരികയും ഇത് പാടുന്ന ഒരു വലിയ ആഘോഷം പോലെ ആക്കി എടുക്കുകയും ചെയ്തതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താ? സംഘർഷം തന്നെ. എന്ത് സാമൂഹിക സംഘർഷം? അല്ല നോക്കൂ, ഒരു സംഘർഷം ഉണ്ടാവണമെങ്കിൽ ഒരു മറ്റപ്പുറത്ത് വേറൊരു സംഭവം ഉണ്ടാവണം. അതാണ് അപ്പൊ ആരാണ് യഥാർത്ഥത്തിൽ സംഘർഷം ഉണ്ടാക്കുന്നത്? അത് എനിക്കോ തനിക്കോ കണ്ടെത്താൻ പറ്റില്ല. ഇത് വികാരമായിട്ട് വളർത്തി ഓരോ മൂലയിൽ താങ്കൾ പറഞ്ഞു. അല്ല, ഞാൻ ചോദിക്കുന്നത്, സാറ് പറഞ്ഞു സംഘർഷം ഉണ്ടാകുന്നു. അപ്പൊ താങ്കൾ അത് പറയേണ്ട അല്ലാതെ താങ്കൾക്ക് അത് പറയാൻ പറ്റില്ലല്ലോ. ആരാണ് സംഘർഷം ഉണ്ടാക്കുക? രണ്ടു കൂട്ടരും. ഒരാളെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം പറയാം, ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇവിടുന്ന് മറ്റേത് കണ്ടിട്ടുണ്ടോ സിനിമ? മറ്റേ സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിലെ സിനിമ കണ്ടിട്ടുണ്ടോ? ഗാന്ധിയെക്കുറിച്ചുള്ള, മഹാത്മാവിനെക്കുറിച്ച് സിനിമ കണ്ടിട്ടുണ്ടോ? ഡൊമിനിക് ലാപ്പിയറിൻ്റെ നോവലിനെ ആസ്പദമാക്കി. ഇവിടുന്ന് അഭയാർത്ഥികൾ, ഹിന്ദു അഭയാർത്ഥികൾ ഇവിടുന്ന് പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട്, ലാഹോറിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു. മുസ്ലിം അഭയാർത്ഥികൾ ഇവിടുന്ന് കാശ്മീരിൽ നിന്നും പഞ്ചാബിൽ നിന്നും അങ്ങോട്ട് പോകുന്നു. ഒരു ഭയങ്കര സീനാണ്. ഒരു അപ്പുറം ഇപ്പുറം നല്ല ഡിസ്റ്റൻസ് ഇട്ടാണ് പോകുന്നത്. അപ്പോൾ അച്ഛനോ അമ്മയോ നഷ്ടപ്പെട്ടൊരു കൊച്ചു പയ്യൻ
ഇവിടുന്ന് ഒരു കല്ലെടുത്ത് അങ്ങോട്ട് എറിയുക. മുസ്ലിം അല്ലെ ഹിന്ദു ആണോ മുസ്ലിം ആണോ ഓർക്കുന്നില്ല, ഒരു കൂട്ടർ മടങ്ങിപ്പോകുന്ന ഭാഗത്തേക്ക് ഒരു കല്ലെടുത്ത് എറിയുകയാണ്. അവിടെ കലാപമാണ് ഉണ്ടാകുന്നത്. കല്ലല്ലേ എറിയുന്നത്? അല്ല, ഒരു കല്ല് നാക്കുകൊണ്ട് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞേനെ, അത്ര ഡിസ്റ്റൻസ് ഉണ്ട്. ശരി, കല്ലെടുത്തെറിയുമ്പം ഉണ്ടാകുന്ന അവൻ കലാപം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചെറിഞ്ഞാൽ അവൻ്റെ സങ്കടം കൊണ്ട് എറിഞ്ഞ, അവൻ്റെ സങ്കടം കൊണ്ട് എറിഞ്ഞ. പക്ഷെ അതൊരു വലിയ കലാപമായിട്ട് മാറി. അതിനെ ആ പയ്യൻ അങ്ങനെ ചെയ്യാതിരിക്കാൻ നിയന്ത്രിക്കുക എന്നുള്ള അവരുടെ കൂടെയുള്ള മുതിർന്നവരുടെ ആവശ്യമായിരുന്നു. പക്ഷെ എത്ര ലക്ഷം ആയിരങ്ങളെ കുരുതി കൊടുത്തറിയാം ഒറ്റ കലാപം. പഞ്ചാബ് കത്തി, ബംഗാളിൽ വേറെ പ്രശ്നങ്ങൾ, ബംഗാളിൽ ഇതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട് കത്തി. ഈ ഇത്തരം കലാപത്തിന് പറ്റുന്ന വൈകാരികമായ പ്രശ്നങ്ങളെ ഊതി വീർപ്പിച്ച് വന്ദേമാതരം പാടിയാലും പാടിയില്ലേലും ഇവിടുത്തെ ഹിന്ദുവിനോട് ചുക്കും പറ്റിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനേക്കാളൊക്കെ വന്ദേമാതരത്തെക്കാളൊക്കെ 1000 ഇരട്ടി ശക്തി ഹിന്ദു സൈക്കോളജിക്കുണ്ട്, ഹിന്ദു സൈക്കിനുണ്ട്. അതൊരു പാട്ടിൻ്റെ വട്ടത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ തീരുന്നല്ല ഹിന്ദു സംസ്കാരം. അത് അങ്ങനെ ചെയ്യുന്നവരുടെ സങ്കുചിതമായ സെമറ്റിക് മതത്തിൻ്റെ മനസ്ഥിതിയിലേക്ക് ഒരു വറ്റം ഹൈന്ദവ ചിന്തകരും വരുന്നു എന്നുള്ളതാണ് എൻ്റെ തകരാറ്. അല്ല, സാറ് പറഞ്ഞത് കല്ലെടുത്തെറിയുന്നുള്ളതാണ്. ഞാനിവിടെ കൃത്യമായിട്ട് പറഞ്ഞു, ഇതിലെവിടെയാണ് കല്ലെടുത്തെറിയുന്ന പോലും അതിലേക്ക് എത്തും. അല്ല, വികാരം ചൂടാക്കി അതിലേക്ക് എത്തും. ആരാ ചൂടാക്കുന്നത്? ഞാൻ പറയും, വികാരം ചൂടാക്കുന്നുണ്ടെങ്കിൽ അത് BJP-കാരല്ല ചൂടാക്കുന്നത്, കോൺഗ്രസ്സുകാരാണ്. അല്ല, കോൺഗ്രസ്സുകാരാ ചൂടാക്കുന്നത്, ഇവിടെയുള്ള മറ്റു രാഷ്ട്രീയക്കാരാ ചൂടാക്കുന്നത്. നിങ്ങൾ ഞാനൊരു കാര്യം പറയട്ടെ സാർ, മോദി ഒരു കാര്യം പറയട്ടെ. ഇവിടെ കോൺഗ്രസ് നേതാവായിട്ടുള്ള BRM ഷഫീർ പറഞ്ഞത് കേൾക്കണം. ഒരു ചുക്കും സംഭവിക്കില്ല വന്ദേമാതരം പാടി കഴിഞ്ഞു കഴിഞ്ഞാല്. രവീന്ദ്രനാഥ് ടാഗോർ അടക്കം കോൺഗ്രസ് സമ്മേളനങ്ങളിൽ പല കാലങ്ങളായിട്ട് ഞാൻ പറയട്ടെ സാറേ, ഒരു കാലത്ത് മുസ്ലിം നേതാക്കൾ അടക്കം പാടിയിട്ടുണ്ട് മുഴുവനായിട്ട് വന്ദേമാതരം. എന്റെ ചോദ്യം ഇതാണ്. അല്ല, എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. തുടക്കം തന്നെ ആരെയാണ് ഭയപ്പെടുന്നത്? ഈ 10 വർഷം അല്ല, എന്തിനാണ് ഭയം? എന്തിനാണ് ഞാൻ ഭയപ്പെടുന്നത്? 10 വർഷം അല്ലെ കഴിഞ്ഞ 10 വർഷമായിട്ട് BJP അധികാരത്തിലിരിക്കുന്നു. ശരി, അതിനു മുമ്പ് പല സ്റ്റേറ്റിലും BJP അധികാരത്തിൽ അവിടെയൊന്നും പാടാതെ ഇത്രയും നാളും പാടാതിരുന്ന സാധനം ഈ തെരഞ്ഞെടുപ്പ് അവസാന കാലഘട്ടത്തിൽ ഇത് വലിയ വിഷയമാക്കി കൊണ്ടുവരുന്ന മനസ്സിലാവുന്നില്ല. അല്ല, എന്തിനാണ് ഭയം? അല്ല, ഇതിനു മുമ്പ് പാടാതിരുന്നു. BJP ഇത് പാടാതിരുന്നത്? ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ പറ, ആരെ ഭയന്നിട്ടാണ്? മുമ്പ് പാടാത്തത് കൊണ്ട് ഇപ്പം പാടാൻ പാടില്ല എന്ന് നിയമം നിയമമില്ല. എന്തിനാണ് പാടുന്നത്? അല്ല, കൊൽക്കത്ത ഹൈക്കോടതി, ഞാനൊരു കൊൽക്കത്ത ഹൈക്കോടതി പോലും ഇതിനിടയിൽ ചോദിച്ചു, ആ വന്ദേമാതരം മുഴുവനായിട്ട് പാടിക്കഴിഞ്ഞു കഴിഞ്ഞാല് ആകാശം ചോദിച്ചു വന്ദേമാതരം പാടണോ എന്നുള്ള എനിക്ക് ഒന്നാമത്തെ കാര്യം, വന്ദേമാതരം ഏതെങ്കിലും വന്ദേമാതരം കലാപമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു വരികൾ വന്ദേമാതരം കാര്യം പറഞ്ഞു കഴിയട്ടെ. വന്ദേമാതരം കലാപം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു കേട്ടെ, അതിനിടയിൽ ഈ പറയല്ലേ, വന്ദേമാതരം കലാപം ഉണ്ടാക്കുന്ന എന്തെങ്കിലും വരികളോ എന്തെങ്കിലും സങ്കുചിത കണ്ണുള്ള കാഴ്ചപ്പാടുകളോ അതിലുണ്ടെങ്കിൽ ഞാൻ ആദ്യം അതിനെ എതിർക്കും. ഇതില് വിശാലമായിട്ടുള്ള സങ്കല്പങ്ങളും വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടുകളും ഉള്ള ഒരു ഗാനത്തെ, ഒരു ഗീതത്തെ എന്തിനാണ് എതിർക്കുന്നത്? ചോദ്യം ഇതാണ്, ആരെയാണ് ഭയപ്പെടുന്നത്? ആരെയും ഭയപ്പെടുന്നില്ല. ഇതിന്റെ പേരിൽ വൈകാരികമായി ഈ വിഷയത്തെ അത്രയും മനോഹരമായ അത്രയും ദേശപൂർണ്ണതയുള്ള ഗാനത്തെ ഇപ്പോൾ വളരെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അത് വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന വികാരത്തെയാണ്. 10 വർഷമായിട്ട് മോഡി ഇവിടെ ഭരിക്കുന്നു. പല സ്റ്റേറ്റുകളും BJP അല്ലാതെയും ഭരിക്കുന്നുണ്ട്. അവിടങ്ങളിലൊന്നും ഇല്ലാത്ത കാര്യം മോഡിയുടെ ഭരണത്തിൻ്റെ അവസാന കാലത്ത് തീരാറാകുമ്പോൾ ഓടിപ്പിടിച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഇവിടെ കിറ്റ് കൊടുക്കുന്ന പോലെ, തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കിറ്റ് കൊടുക്കുന്ന പോലുള്ള ഇമ്പോർട്ടൻസ് കാണാൻ വിഡിത്താണ് സാറേ. അത് ഭയപ്പെട്ടിട്ട് മാത്രം എന്താണ് പറയുന്ന മറുപടി ആയിട്ട് മാത്രമേ ഞാൻ മനസ്സിലാക്കുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറ് പറയുന്നത് ശരിയാവണമെങ്കിൽ ഇതിൽ എന്തെങ്കിലും, ഞാൻ പറഞ്ഞു, അതിൽ വളരെ മോശമായിട്ടുള്ള സങ്കുചിതമായ കാഴ്ചപ്പാടുകൾ അതിൽ ഉണ്ടാകണം. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ആളുകൾ വികാരമായിട്ട് ഭാരത് മാതാ കി ജയ് വിളിച്ചിട്ടുണ്ട്. സാറേ, ഭാരത് മാതാ കി ജയ് എന്താണ് സങ്കുചിതമായിട്ടുള്ള ഒരു സങ്കല്പമാണോ? അല്ല, അത് മുദ്രാവാക്യമാണ്. ഇന്ത്യ മുഴുവൻ വിളിച്ച മുദ്രാവാക്യം. അതെ, അതിപ്പം BJP-യുടെ മാത്രമാക്കി മാറ്റിയതാരാ? BJP ആണ് ആക്കുന്നത്. അല്ല, കോൺഗ്രസ് എന്താ ഏറ്റെടുക്കാത്തത്? അതാണ് BRM ഷഫീർ കൃത്യമായിട്ട്, ബഹുമാന്യനായിട്ടുള്ള BRM ഷഫീറിനെ പോലുള്ള നേതാവ് വളരെ കൃത്യമായിട്ട് ചോദിക്കുന്ന അതാണ്, നിങ്ങൾ ഇതൊക്കെ എന്തിനാണ് BJP-ക്ക് കൊടുക്കുന്നത്? കോൺഗ്രസിന് പറയുന്നത്. പിന്നെ അപ്പൊ അതാണ് ചോദ്യം, ഇതാണ്, നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? എന്റെ ആർഗ്യുമെന്റ്, നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? ഭയം എന്തിനാണ്? എന്റെ ആർഗ്യുമെന്റ്, കോൺഗ്രസിന് പറ്റിയ ഏറ്റവും വലിയ വീക്ക്നെസ് ഹിന്ദി ആർക്ക് വിട്ടുകൊടുത്തു? BJP-ക്ക് വിട്ടുകൊടുത്തു.
ഹിന്ദി ബെൽറ്റിൽ മാത്രമാണ് ബി ജെ പിയുടെ സ്വാധീനമുള്ളത്. തെക്കേന്ത്യയിലേക്ക് വരുമ്പം മറ്റ് ഭാഷകൾ വരുന്ന സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ ബി ജെ പിയുടെ സ്വാധീനം കുറവാണ്. ഹിന്ദിയെ വിട്ടുകൊടുത്തു, ഹിന്ദുവിനെ വിട്ടുകൊടുത്തു. ആർക്കും വിട്ടുകൊടുക്കാനാണ് ചില ആൾക്കാർ ഇപ്പുറത്ത് ശ്രമിക്കുന്നത്. അത് ബി ജെ പിയുടെ ആവശ്യമാണ്. കോൺഗ്രസിൻ്റെ കുറേ നേതാക്കന്മാരെങ്കിലും ഹൈന്ദവതയെ തള്ളിപ്പറയേണ്ടതിൻ്റെ ആവശ്യം, അതിൻ്റെ പ്രയോജനം കിട്ടുന്ന ആരാ? ഇപ്പോൾ ഇവിടെ കാന്തപുരം പറയുക, സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും രാമക്ഷേത്രത്തിൽ പോകാൻ പാടില്ല എന്ന് കാന്തപുരം പറയുമ്പോൾ, കേസ് വേണോല്ലോ പറഞ്ഞാൽ കുഴപ്പമില്ല, കാന്തപുരം പറയുമ്പോൾ അത് വർഗീയമാവും, ജാതീയമാവും. ആ രീതിയിലുള്ള ഡിവിഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എന്ത് പരിപാടി, 1000 രാമക്ഷേത്രം പണിയുന്നാൽ, മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം പണി, ശിവക്ഷേത്രം പണിയുന്നതാണെങ്കിലും അങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച് പണിയുന്നതാണെങ്കിൽ ഞാൻ അതിന് എതിരാണ്. അതായത് പേടിച്ച് ജീവിക്കണം. അത് പേടിയല്ല, സാറ് പറഞ്ഞത് ഇതാണ്, ആത്മബോധം. അതായത് സാറ് പറയുന്നത് ഇതാണ്, പേടിക്കണം, കോംപ്രമൈസ് ചെയ്യണം, അപഹർഷതാബോധം ഉണ്ടാകണം. ഇത് മൂന്നുമല്ലേ സാർ പറയുന്നത്? അത് നിങ്ങൾക്ക് തോന്നും അങ്ങനെ. അപകർഷതാബോധമുള്ളവർക്ക് അതായത് വന്ദേ മാതരത്തിൽ ഒരു വൃത്തികേടുമില്ല, ഒരു തരത്തിലുള്ള പറയുന്ന ആളുകളുണ്ട് സാറേ. അല്ല, അപ്പൊ സോണിയാഗാന്ധി അതുകൊണ്ടല്ലേ പാടാത്തത്? സോണിയാഗാന്ധി അസ്വസ്ഥത പ്രകടിപ്പിച്ചത് സോണിയാഗാന്ധി അസ്വസ്ഥത പ്രകടിപ്പിച്ചത് എന്തിനാണ് സാർ? സോണിയാഗാന്ധി പാർട്ടിയുടെ നയത്തിനെതിരായിട്ട് പാടിയിട്ടുണ്ട്. പാർട്ടിയുടെ നയത്തിനെതിരായിട്ട് മറ്റു പല സംസ്ഥാനങ്ങളിലപ്പം പാടിയത് തെറ്റാണോ? തെറ്റായിരിക്കും. അവർ ആ സ്ഥലത്തതിന്റെ പ്രശ്നം എതിർപ്പുള്ളവർക്ക് പറയാം, പാർട്ടിയിൽ പറയാം. ഒരാൾ അവിടെ പാടിയെന്ന് വെച്ചാൽ എല്ലാവരും പാടണമെന്നുണ്ടോ? ഒരു കോൺഗ്രസ്സുകാരൻ ചെയ്യുന്ന എല്ലാ കോൺഗ്രസ്സുകാരും ചെയ്യണം. അങ്ങനെയാണ് ബി ജെ പിക്കാരിപ്പം എന്താ പറയുന്നത്, യെദ്യൂരപ്പയെ പിടിച്ച് ജയിലിലിട്ടു. എല്ലാ ബി ജെ പിക്കാരും ജയിലിലിടേണ്ട ഒരാൾ വേണേ. അങ്ങനെ ഉദാഹരണം തിരിച്ചും മറിച്ചും ചോദിക്കും. ഒരാൾ ചെയ്തു വെച്ച് ഇത് ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ ആ വൈവിധ്യമാണ് പ്രശ്നം. രണ്ടുപേരും പല അഭിപ്രായങ്ങൾ പറയും. അല്ലാണ്ട് പറയുന്നത് എന്നാ നിങ്ങൾ മുദ്രാവാക്യം, ആ മുദ്രാവാക്യം തന്നെ മുദ്രാവാക്യ സംസ്കാരം എന്ന് പറയുന്നത് ജനങ്ങളെ ഹിസ്റ്റീരിയ പോലെ ഉണ്ടാക്കി സൃഷ്ടിച്ച് ജനങ്ങളെ ഏത് തരത്തിലും തെറ്റിലേക്കും ശരിയിലേക്കും CPM ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. CPMൻ്റെ സംഘടനാ രീതി തന്നെ അതാണ്. ഹിസ്റ്റീരിക്കാക്കി ജനങ്ങളെ ഒരു മുൾമുനയിൽ നിർത്തി അക്രമത്തിന് പ്രേരിപ്പിക്കുക എന്നുള്ള ലൈൻ. അപ്പോൾ ഹിസ്റ്ററിക്കായിട്ടല്ല, ബോധം, കോമൺ സെൻസോടെ ഇത് പറയണം. ഇതിന്റെ തർക്കങ്ങൾ ഇത് 10 വർഷമായിട്ട് ചെയ്യാതിരുന്ന കാര്യം. മോഡി അല്ല, കൃത്യം സാറ് പറഞ്ഞത് ഇതാണ്. സാറ് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എതിർക്കുന്ന ആളുകളാണ് ഹിസ്റ്റീരിയക്ക് പ്രചരിപ്പിക്കുന്നതല്ലേ? അതല്ലേ ഇപ്പൊ സാറ് പറഞ്ഞത്? അങ്ങനെ പറഞ്ഞില്ല, എതിർക്കുന്നവർ അനുകൂലിക്കുന്ന. CPM എതിർത്തു, CPM ഹിസ്റ്റീരിയ പ്രചരിപ്പിക്കും, മുദ്രാവാക്യത്തിന്റെ പേരിൽ ഹിസ്റ്റീരിയ പ്രചരിപ്പിക്കും. അതായത് ഒരു സംഭവം ഇതേ ഉള്ളൂ. വസ്തുത യഥാർത്ഥത്തിൽ ഇതാണ്. അതായത് പറയട്ടെ, ഇതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. ആ വസ്തുത നിങ്ങൾ കാണരുത്, ആ വസ്തുത നിങ്ങൾ കേൾക്കരുത്, ആ വീക്ഷണം, ആ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഉണ്ടാകരുത്. പകരം അല്ല സാറേ ചെയ്യുന്നത് എന്താ? ഞാൻ ഹിസ്റ്റീരിയയുടെ കാര്യം പറഞ്ഞു. ഹിസ്റ്റീരിയ എന്ന് പറയുന്ന ഒരു സൈക്കോളജിക് സബ്ജക്ട് ആണ്. ഹിസ്റ്റീരിയ എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക് സബ്ജക്ട് ആണ്. ഹിസ്റ്റീരിയ എങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഉണ്ടാകരുത്. യഥാർത്ഥ സത്യം ഇതാണ്, അത് നിങ്ങൾ അറിയരുത്. അതിൽ ഒരു വളച്ചൊടിക്കലും ഡിസ്റ്റോഷനും ഉണ്ടാക്കിയിട്ട് കലാപം ഉണ്ടാക്കലാണ് യഥാർത്ഥത്തിൽ പരിപാടി. അത് ആരാ ചെയ്യുന്നത്? ഇതിനെ എതിർക്കുന്ന ആളുകളാണ്. ഞാൻ ഹിന്ദുവാണ്, നായരാണ്, ജാതി ഉൾപ്പെടെ കൊണ്ട് പറയാം. എന്നിട്ട് ഞാൻ പറയുന്നു, ഒരു വന്ദേമാതരം പാടിയാൽ അല്ലെ പാടിയില്ലെങ്കിൽ ഹിന്ദുമതത്തിന് എന്തെങ്കിലും കോട്ടം പറ്റുമെന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിൽ വിശ്വാസം ഇല്ലാത്തതെന്ന് മാത്രമേ പറയൂ. പാടിയാലും പാടിയില്ലേ. ഞാൻ സ്വയം ഹിന്ദു ആണെന്ന് വിശ്വസിക്കുന്നില്ല. ഏതെങ്കിലും ഒരു ജാതിക്കാരനാണെന്ന് പറയാനും എനിക്ക് ഒട്ടും അല്ല. ശരി സാർ, ആയിക്കോളൂ. എനിക്ക് അതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേക അഭിമാനങ്ങളോ കാര്യങ്ങളോ ഇല്ല. ജാതിയെ പ്രത്യേകിച്ച് രീതിയിലുള്ള വലിയ സംഭവമായിട്ട് ഞാൻ കാണാത്ത ഒരാളാണ്. പക്ഷേ വന്ദേ മാതരം മുഴുവൻ പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പണ്ടാരവും നടക്കില്ല എന്നുള്ളതാണ് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. അനാവശ്യം നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നേ? ആരെയാണ് ഭയം? ആരെയാണ് ഭയം? ഭയം എന്തിനാണ്? മുഴുവൻ പാടിയ പിന്നെന്താ പ്രശ്നം? മുഴുവൻ പാടിയ എന്താ അല്ല, രാജ്യം പാടിക്കോട്ടെ. രാജ്യത്തിന്റെ സംസ്കാരത്തിലുള്ള ഒരു ഗാനം, ഒരു ഗീതം പാടുന്നതില് അപ്പൊ സാറ് പറഞ്ഞ പോലെ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അനാവശ്യമായിട്ട് ഒരു വിവാദം ഉണ്ടാക്കിയിട്ട് നിങ്ങളൊക്കെ എന്തിനാണ് ഈ BJP വളർത്തുന്നത്? എനിക്ക് അറിയാൻ പാടില്ലായിട്ട് അല്ല, അനാവശ്യമായിട്ട് അല്ല, എനിക്ക് ശരിക്കും അനാവശ്യമായി വിവാദം ഉണ്ടാക്കിയിട്ട് നിങ്ങളൊക്കെ എന്തിനാണ് ഈ വളർത്തുന്നത്? സോണിയാഗാന്ധി BJPയുടെ അല്ലെ മോഡിയുടെ PR ഏജന്റായിട്ടാണ് ഇന്നലെ വർക്ക് ചെയ്യുന്നത് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ലേ, PR ഏജന്റ്. ആ എതിർപ്പ് കൊണ്ട് പ്രയോജനം കിട്ടുന്ന ആർക്കാ?
അതല്ലേ ആദ്യം തന്നെ പറഞ്ഞത്, BJPക്കാണ് കിട്ടുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് പാടിയാലും പാടിയില്ലേലും ഇന്നും നമ്മൾ ചോറുണ്ടാകാൻ പോകുമ്പോൾ കാശ് കൊടുക്കണം, നമ്മൾ പോകുന്ന വാടക കൊടുക്കണം. അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് രാജ്യത്ത് പ്രത്യേകിച്ച് യാതൊരു പ്രാധാന്യമുണ്ട്. അതേസമയം ഇപ്പോൾ ചൈന 800 കിലോമീറ്റർ സ്പീഡിലുള്ള പുതിയ ട്രെയിൻ ഉദ്ഘാടനം ചെയ്യുക. അത്തരം വാർത്തകൾ കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതാണ് രാജ്യത്തിന് വേണ്ടത്. രാജ്യത്ത് പട്ടിണിയില്ലാത്ത ഒരു രാജ്യം വേണം എന്ന് ആഗ്രഹിക്കുന്നു. അത് ഇത്തരം മുദ്രാവാക്യം വിളി കൊണ്ട് പട്ടിണി പരിഹരിക്കപ്പെടില്ല. തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കാനും പരസ്പരം കുറ്റപ്പെടുത്താനും മാത്രമേ പറ്റുള്ളൂ എന്ന് ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇനി മുതൽ സ്വാതന്ത്ര്യ ദിനത്തില് ദേശീയ ഗാനമോ വന്ദേമാതരം ഒന്നും പാടണ്ട. അതൊന്നും അതൊക്കെ ഇതൊക്കെ വെറും വിഡ്ഢിത്താണ്. ഉള്ള കാര്യം പറയാം, ഒരു കാര്യം പറയട്ടെ, വളരെ ബഹുമാനത്തോടു കൂടി പറയട്ടെ. വന്ദേമാതരം പാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദേശീയഗാനം പാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പട്ടി മാറോ എന്നൊക്കെ ചോദിക്കുന്നത് അസംബന്ധമാണ്. എല്ലാ രാജ്യങ്ങളും അല്ല എല്ലാ രാജ്യങ്ങളും ഒരു കാര്യം പറയട്ടെ, എല്ലാ രാജ്യവും ആ രാജ്യത്തെ ദേശീയതയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയം. ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ശത്രുക്കൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭയമാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ശത്രു. ഭയം കുത്തിവെക്കപ്പെട്ട അപഹർഷതാബോധം. ഒപ്പം എന്താ കോംപ്രമൈസ് രാജ്യത്തിന്റെ യഥാർത്ഥ ശത്രുക്കൾ. പീലു മോഡി എന്ന് പറഞ്ഞ ഒരു രാജ്യസഭയിലെ മെമ്പർ, സ്വതന്ത്ര പാർട്ടിയുടെ അംഗം, ഇതുപോലത്തെ ചർച്ച രാജ്യസഭയിൽ ഉണ്ടായപ്പം അദ്ദേഹം പ്രയോഗിച്ച RSSനെ കുറിച്ച് പറഞ്ഞൊരു പ്രയോഗം പറഞ്ഞിട്ട് നമുക്ക് ഈ ചർച്ച നിർത്താം. ഹിന്ദു ഇൻഫീരിയോറിറ്റി, അതായത് 20 കോടി വരുന്ന മുസ്ലിങ്ങൾ 80 കോടി ജനങ്ങളെ ആക്രമിച്ച് അവൻ്റെ സംസ്കാരം തകർക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് അപകർഷതാബോധമുള്ള നേതാക്കന്മാർക്ക് മാത്രമേ പറ്റൂ. അല്ല, മനസ്സിലായില്ല. എന്താണ് ഇതിലെന്താണ് പ്രശ്നം? എന്താണ് അപഹർഷതാബോധം ഇവിടെ? അത് ഉണ്ടാക്കിയെടുത്തു. അല്ല, എന്താണ് ആദ്യം ഇപ്പം കോൺഗ്രസിനപ്പോ ഇത് പാടുമ്പോ എന്തായിരുന്നു പ്രശ്നമില്ലാതിരുന്നേ? ഇല്ല, തുടക്കത്തിൽ എന്താ പ്രശ്നമില്ലാതിരുന്നേ? അത് ചർച്ച ഒന്ന് വിവാദങ്ങൾ. എന്തുകൊണ്ടാ ഇതിനെതിരെ ആദ്യം എതിർപ്പ് പോയി വന്നത്? എന്തുകൊണ്ടാ? ആരാണ് വന്ദേ മാതരം മുഴുവനായിട്ട് പാടുന്നതിനെ മനഃപൂർവ്വം പറയുന്നത്? അല്ല, ഇതാണ് ഭയം. ഇതാണ് ഭയം. ഈ ഭയം ശരി, എനിക്ക് പറയാൻ പാടില്ല. ആരാണ് വന്ദേ മാതരത്തിന് ആദ്യം എതിർപ്പുമായി വന്നതെന്ന് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു കാര്യം പറയട്ടെ. വന്ദേമാതരം പാടണമെന്ന് നിർബന്ധിച്ച് പാടിക്കാൻ ശ്രമിക്കുന്നവരാണ് വന്ദേമാതരം. അത് താങ്കളുടെ അഭിപ്രായം. താങ്കൾ പറഞ്ഞു അത് ഇവിടെ നമ്മുടെ കേരള സംസ്ഥാനത്ത് പാടിയില്ലല്ലോ. പാടേണ്ടവർ പാടിക്കോട്ടെ. പക്ഷെ രാജ്യത്തിന് പാടാം. രാജ്യത്തിന് പാടാം. രാജ്യം നിൽക്കുന്നത് ഒരു കേന്ദ്ര ബിന്ദുവിലാണ്. അതിന്റെ മുമ്പിൽ, അതിന്റെ ചുറ്റുമാണ് ഈ വൈവിധ്യം മൊത്തം നിൽക്കുന്നത്. നിങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? ആ കേന്ദ്ര ബിന്ദു, ഈ വൈവിധ്യങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ആ കേന്ദ്ര ബിന്ദുവിനെ ഇല്ലാതാക്കണം എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ യോജിക്കാൻ പറ്റില്ല. അതിനോട് യോജിക്കാൻ പറ്റില്ല. ഈ വൈവിധ്യങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഞാൻ ഒറ്റ പോയിന്റ് പറഞ്ഞിട്ട് നിർത്താം. എനിക്ക് ക്ഷീണമായി. ഒരു പോയിന്റ്, അതായത് ഈ വൈവിധ്യങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു സംഗതി ഉണ്ട്. ആ സംഗതിയെ തകർക്കാൻ ആരെങ്കിലും അത് തകർക്കാൻ ആര് മുന്നിട്ടിറങ്ങിയാലും അവരെ എതിർക്കുകയാണ് വേണ്ടത്. ഏതിനെയാണ് എതിർക്കേണ്ടത്? ഒന്നും കൂടി പറഞ്ഞിട്ട് നിർത്താം. അതിന് നിങ്ങൾക്ക് തീരുമാനിക്കാം അതാരാ ചെയ്യുന്നുള്ളത്. ഈ രാജ്യത്തിന് ഒരു വൈവിധ്യമുണ്ട്. ആ വൈവിധ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, ആ കേന്ദ്ര ബിന്ദുവിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെല്ലാം ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ്. ഒരു സംശയമില്ല. പാടണം ആഗ്രഹിച്ചവരും ആരാണ് അത് ചെയ്യുന്നത്? ഈ രാജ്യത്തിന്റെ വൈവിധ്യം ആരാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഓക്കെ, കുഴപ്പമില്ല.